ഇന്നൊന്ന് മാർക്കറ്റിൽ പോയി നോക്കി. സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. ഒരു കിലോ മത്തിയുടെ വില 350 തൊട്ട് 400 വരെ. ഒന്ന് രണ്ടിടത്ത് നോക്കിക്കഴിഞ്ഞാൽ 350, 360 രൂപ, 380 രൂപ, 400 അടുത്ത് വില വരെ വിൽക്കുന്ന സ്ഥലങ്ങൾ കണ്ടു. അയില, കിളിമീൻ, ഒട്ടുമിക്ക മത്സ്യത്തിന് 350-ന് മുകളിലേക്കാണ് റേറ്റ്. ഈ കടൽ മത്സ്യങ്ങളൊക്കെ ഈ മറ്റേ ആളുകൾ കഴിക്കുന്നില്ല എന്നൊക്കെ ഒരു റൂമർ അടുത്ത ദിവസമൊക്കെ കേൾക്കുകയുണ്ടായി. എന്നാലും അതൊന്നും ഇവിടെ ബാധിച്ചിട്ടില്ല. മഴയൊക്കെ കൂടുതലായതുകൊണ്ടായിരിക്കാം നാടൻ മത്സ്യത്തിന് പോലും നല്ല വിലയാണ് എല്ലായിടത്തും. തന്നെയുമല്ല, പച്ചക്കറിക്ക് തീ പിടിച്ച വിലയാണ്. പച്ചക്കറി ഐറ്റംസൊക്കെ നല്ല വിലയാണ് പലയിടത്തും ഈടാക്കുന്നത്. ഇപ്പം നമ്മൾ തന്നെ പല സ്ഥലങ്ങളിലും നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഒരു കടയിലെ വിലയില്ല. ഞാനിന്നിപ്പോൾ ഒരു കടയിൽ തക്കാളിയുടെ വില അന്വേഷിച്ചു. അപ്പോൾ അവിടെ 45 രൂപ. വേറെ എവിടെ കടയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ 25 രൂപ. അതുപോലെ തന്നെ ക്യാരറ്റല്ല, ഉരുളക്കിഴങ്ങിന് ഒരു സ്ഥലത്ത് 38 രൂപ, ഒരിടത്ത് 48 രൂപ, ഒരിടത്ത് സബോളയ്ക്ക് 25 രൂപ, ഒരിടത്ത് 30 രൂപ. ഇങ്ങനെ പലയിടത്തും പല രീതിയിലുള്ള റേറ്റാണ് ഈടാക്കുന്നത്. വളരെ കൊല്ലുന്നൊരു കാര്യമാണ്. നമ്മളിപ്പോൾ ഈ നിലമ്പൂർ രാഷ്ട്രീയ തിരഞ്ഞെടുപ്പും അൻവറും ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ പല ശശി തരൂരും അങ്ങനെയുള്ള സമകാലിക രാഷ്ട്രീയ സംഭവങ്ങൾ കൂടെ വളരെ ചർച്ച കൊടുക്കുകയാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാരും പ്രതിപക്ഷ നേതാവും എല്ലാ പ്രതിപക്ഷ പാർട്ടികളും എല്ലാം ചെയ്യുന്നത്. പക്ഷേ ഈ സാധാരണക്കാരൻ്റെ പ്രശ്നം ചർച്ച ചെയ്യാൻ ഇവിടെ ഒരു രാഷ്ട്രീയക്കാരനുമില്ല എന്നുള്ളതാണ് വാസ്തവം. സാധാരണ മനുഷ്യർ എങ്ങനെ ജീവിക്കുന്നു, അവൻ്റെ അനുദിന ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു, അവൻ്റെ നിത്യച്ചെലവുകൾ എങ്ങനെ കഴിയുന്നു, ഇതൊന്നും അറിയാൻ ആർക്കും താല്പര്യമില്ല. കാരണം ഇവർക്കെല്ലാവർക്കും വോട്ട് മതി. ഇലക്ഷൻ നടക്കുമ്പോൾ വോട്ടിന് വേണ്ടി എന്ത് പരാക്രമം കാണിക്കാനും ഇവർക്കൊന്നും ഒരു മടിയില്ല. എന്ത് വിളിച്ച് പറയാനും ഇവർക്കൊരു മടിയില്ല. കാരണം നമ്മുടെ നാട്ടിലെ ഈ നിത്യോപയോഗ സാധനങ്ങൾ ഇന്ന് കഴിഞ്ഞ ദിവസം കണ്ടു, കേരളത്തിലാണ് എല്ലാത്തിനേക്കാളും മറ്റ് സംസ്ഥാനത്തേക്കാളും എല്ലാത്തിനും ഏറ്റവും കൂടുതൽ വില ഈടാക്കുന്ന സംസ്ഥാനം കേരളമാണെന്ന്. കഷ്ടമല്ലേ നമ്മുടെ നാട്ടിലെ അവസ്ഥ? നമ്മുടെ നാട്ടിൽ സാധാരണക്കാരന് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളതെന്ന് നമ്മളെല്ലാം ഓർത്താൽ നന്നായിരിക്കും.